അങ്ങനെ ഇന്ന് പാക്കേജിൻ്റെ മൂന്നാമത്തെ ദിവസമാണേ. അപ്പം ഇന്ന് ചെറിയ സൈറ്റ് സീയിങ് മാത്രമേ ഉള്ളൂ. അപ്പം നേരെ ഒരു ചായ കുടിക്കാൻ പോകാമെന്ന് വെച്ചു. അപ്പം ചായ രാവിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കുടിച്ച അതേ ചായക്കട തന്നെയായിരുന്നു. അപ്പോൾ ചായ അവിടെ നിന്ന് 2 ചായ ഞാൻ കുടിച്ചു കേട്ടോ. രാവിലെ ഒരു ചായ കുടിച്ചില്ലേ ഒരു ഉന്മേഷക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് 2 ചായ അങ്ങ് അടിച്ചു. പിന്നെ നേരെ റെഡിയായിട്ട് ഹോട്ടലിൽ ഫുഡ് ഉണ്ടായിരുന്നു. പുട്ടായിരുന്നു കേട്ടോ, പുട്ടും കടലക്കറിയും. നല്ല ഫുഡായിരുന്നു. അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ കഴിച്ച് അവർ ഏകദേശം 9:30 ആകുമ്പോൾ ഇറങ്ങി വരാമെന്നാണ് പറഞ്ഞത്. ഏകദേശം 9:30 ആയപ്പോൾ കറക്റ്റ് അവർ ഇറങ്ങി വന്നു. ഡ്രൈവർമാരെല്ലാം വണ്ടി കഴുകിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ പോയ വണ്ടർവാലിയിലാണ്. പക്ഷേ വണ്ടർവാലി അവരെടുത്തില്ല. ഞാനവിടെ വെയിറ്റിംഗ് ആയിരുന്നു. ജീപ്പും എടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഒരു മൂന്നാർ എക്കോ പാർക്കിലാണ് കേട്ടോ. അതായത് അത് കൊച്ചി റൂട്ടിൽ തന്നെയാണ്. അതായത് അടിമാലി എത്തുന്നതിന് ഇപ്പുറമാണ് ഈ എക്കോ പാർക്ക്. ഇപ്പം നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പാമ്പിനെ കഴുത്തിലിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അവിടെയാണിത് കേട്ടോ. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു 1:30 ആയപ്പം ഞാൻ ആ പ്രകൃതി കയറി ഒരു മീൽസ് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. താലി മീൽസായിരുന്നു ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി വന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹോട്ടലിലേക്ക് തന്നെയാണ്. ഇന്ന് വേറെ സൈറ്റിംഗ് ഒന്നുമില്ല. അങ്ങനെ ഹോട്ടലിലെത്തി. അവർ പോയി. നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അതായത് വണ്ടി ഞാൻ കഴുകി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ടയറൊന്നും കഴുകാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് നല്ല മഴയായതുകൊണ്ട് പിന്നെ വണ്ടിയിൽ കയറാനും പറ്റിയില്ല. ഇവിടെ നിൽക്കുമായിരുന്നു ഞങ്ങളെല്ലാം കൂടെ. അപ്പോൾ മഴ പെയ്തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. നല്ല ശക്തിക്കായിരുന്നു കേട്ടോ മഴ പെയ്തത്. പിന്നെ ഇത് കണ്ടോ, ഇതാണ്. അങ്ങനെ ഒരു വിധത്തിൽ വണ്ടി കയറി, അകത്ത് കയറിയപ്പോൾ ഫുള്ള് ഇന്നിപ്പോൾ തണുപ്പ് വളരെ കുറവുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ, മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മഞ്ഞായിരുന്നു. ചുറ്റും മഞ്ഞ്, ഭയങ്കര മഞ്ഞ്. പിന്നെ ഞങ്ങൾ മഴ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഒരു ചായ കുടിക്കാൻ പോയി. സെയിം കട. ഇത് നമ്മുടെ ഡ്രൈവർ സുഹൃത്തുക്കളാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പം ഈ വണ്ടിക്ക് ഓയിലില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഓയിൽ മാറാൻ വേണ്ടി ഒരു ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗോപിച്ചേട്ടൻ എന്ന് പറയും. ഈ ചേട്ടനാണ് മറ്റേ സീറ്റൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് കിടക്കാൻ പരുവത്തിന് സീറ്റൊക്കെ പുള്ളി റെഡിയാക്കി തരും. പലർക്കും അറിയായിരിക്കും, ഡ്രൈവർ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാവുന്ന. അങ്ങനെ ഇനി നേരെ പോകുന്നത് തേക്കടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെക്കൗട്ടാണ്. നേരെ തേക്കടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോയപ്പോഴാണ് മറ്റേ ഗണപതിൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിർത്തി അവർക്ക് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെന്തോ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ വന്നത് ബീച്ചേൻ്റെ അവിടെ കേട്ടോ. ബീച്ചേൻ്റെ അവിടെ നല്ല തിരക്ക് കുറവായിരുന്നു. അങ്ങനെ ആന സഫാരിയൊക്കെ എടുക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ അവർ ആന സഫാരിയൊന്നും എടുത്തില്ല. അവർ ഒരു കളരിപ്പയറ്റ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളരിപ്പയറ്റിന് ടിക്കറ്റും എടുത്ത് ഞങ്ങളിനി നേരെ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യണം. മേരി വെതർ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. അപ്പം ബാക്കിയുള്ളവരെല്ലാം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആനയുടെ ഒരു കുത്തിയുണ്ട്. ആനയുടെ കാലിലെന്തോ ഇരിപ്പുണ്ടായിരുന്നു. അതിങ്ങനെ ചിരണ്ടി കളയണമെന്നാണ്. പിന്നെ ഞാൻ നേരെ വന്നത് ടസ്കർ കഫേയിലാണ് കേട്ടോ. അപ്പം അവിടെ നല്ല ഊണ്, വാഴയിലയിൽ ഊണ് കിട്ടും. അങ്ങനെ ഊണും മീൻ വറുത്തതും പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേന് ഗസ്റ്റ് ബോട്ടിങ്ങിന് പോയേക്കുമായിരുന്നു. അപ്പം ബോട്ടിങ്ങിന് വന്നു. ഇനി നേരെ ഹോട്ടലിലേക്കാണ്. ഇതാണ് മേരി വെതർ കേട്ടോ. അപ്പം റിസപ്ഷനിൽ വന്നു, ചെക്ക് ഇൻ ചെയ്തു. ഇനി ഞങ്ങൾ വൈകുന്നേരം 6 മണിയുടെ കളരിപ്പയറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 6 മണിക്ക് പോകണം. അപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്തു, ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. അപ്പം അപ്പോഴത്തേനും ഗസ്റ്റ് വിളിച്ചു. ഒരു 5:30 ആയപ്പം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കഥകളിയൊക്കെ തിരിച്ചു വന്നപ്പം ഗസ്റ്റ് എനിക്കൊരു വിസ്കിയുടെ കുറച്ച് തന്നു.